കെനെ പൊതുവിൽ ചിത്രീകരിക്കുന്നത് ഒരു സ്ത്രീ വിരുദ്ധനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പല കഥകളും സ്ത്രീ വിരുദ്ധമാണെന്നൊരു നമ്മുടെ ചില ഫെമിനിസ്റ്റുകളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ സുനന്ദ ആയാലും കേണൽ രേണു ആയാലും ഒക്കെ ഇത്രയും ശക്തമായ ക്യാരക്ടറുകളെ മലയാള സാഹിത്യത്തിൽ അക്കാലത്ത് മറ്റാരും അവതരിപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, പുരുഷന്മാരെ എടാ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ സ്ത്രീകൾക്കുണ്ടായിരുന്നു എന്നാണ്. പയ്യനെ എടാ എന്നാണ് കേണൽ രേണുവും സുനന്ദയൊക്കെ വിളിച്ചിട്ടുള്ളത്. അങ്ങനെ അന്ന് വരെ ഒരു കഥാപാത്രം അവരുടെ കാമുകനെയോ അല്ലെങ്കിൽ പുരുഷനെയോ എടാ എന്ന് വിളിച്ചിട്ടില്ല. അത് ആ സ്വാതന്ത്ര്യവും ആ അധികാരവുമാണ് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള. അത് കൊടുത്തിട്ടുണ്ട്, പി കെൻ്റെ കൃതികളിലും ജീവിതത്തിലും കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ രേണുവിനെയും സുനന്ദയൊക്കെ വരച്ചത്, ഇലസ്ട്രേറ്റ് ചെയ്ത് മാതൃഭൂമി പതിപ്പിൽ കഥയായിട്ട് വന്നപ്പോൾ പുരുഷന്മാരെക്കാൾ വലിയ ആകാരമുള്ള സ്ത്രീകളായിട്ടാണ്. അവർ ഫലത്തിൽ ഇപ്പോൾ പഞ്ചാബികളും ഒക്കെ ആണെങ്കിൽ പോലും കഥയിൽ വരുമ്പോൾ മലയാളികളായിട്ടാണ് വരുന്നത്. എങ്കിലും അവരുടെ വര നമ്പൂരി വളരെ ശ്രദ്ധിച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. പുരുഷന്മാരെക്കാൾ വ്യക്തിത്വവും ഫിഗറും ഒക്കെയുള്ള സ്ത്രീകളെയാണ് നമ്പൂരി വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഫെമിനിസ്റ്റുകളെക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചിട്ടുള്ളതും സ്ത്രീകളെ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളതും സാഹിത്യത്തിൽ ഏതാണ്ട് പുരുഷന് തുല്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതും വി കെ തന്നെയാണ്.